UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. നെല്ലിക്കുഴിയിൽ സംഘടിപ്പിച്ച സമ്മേളനം കേരള പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ നൂറുകണക്കിന് UDF പ്രവർത്തകരാണ് പങ്കാളികളായത്. കഠിന പ്രയത്നത്താൽ പതിറ്റാണ്ടുകൾ കൊണ്ട് നാം കെട്ടിപ്പടുത്ത രാജ്യത്തെ മുഴുവൻ മൂല്യങ്ങളെയും ബലികഴിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് കേരള പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നെല്ലിക്കുഴിയിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാചകവാതകത്തിന്റെ വില കുറയ്ക്കുന്നതായിരുന്നു ആദ്യത്തെ ഗ്യാരണ്ടി. ഓർമ്മയുണ്ടോ? അന്ന് 400 രൂപയായിരുന്നു പാചകവാതകത്തിന്റെ വില. ഇന്ന് 300% വർദ്ധിച്ച് 1200 രൂപയായി പാചകവാതകത്തിന്റെ വില. ആദ്യത്തെ ഗ്യാരണ്ടി ചെയ്തില്ല എന്ന് മാത്രമല്ല 300% വർദ്ധിച്ചു. കർഷകരെയും യുവാക്കളെയും നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിവിട്ട മോദി സർക്കാരിനെ പരാജയപ്പെടുത്താൻ ജനങ്ങൾ മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ഫാസിസ്റ്റ് ശക്തികളെ, വർഗീയവാദികളെ അധികാരത്തിൽ നിന്നിറക്കി ഇന്ത്യയിൽ ജനാധിപത്യവും മതേതരത്വവും പുലർത്താൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും കേരളത്തിൽ ഈ അഴിമതിക്കാർക്കെതിരായി, ഈ ധിക്കാരികൾക്കെതിരായി, കെടുകാര്യസ്ഥത കൊണ്ട് കേരളത്തെ നശിപ്പിച്ചവർക്കെതിരായി താക്കീത് നൽകാൻ ഉജ്ജ്വലമായ വിജയം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നൽകാം. UDF ചെയർമാൻ ഷിബു തെക്കുംപുറം അധ്യക്ഷനായി. MLA എൽദോസ് കുന്നപ്പള്ളി, ജെയ്സൺ ജോസഫ്, S. അശോകൻ, ജോയി വെട്ടിക്കുഴി, അഡ്വക്കേറ്റ് അബു മൊയ്തീൻ, KP ബാബു, ഷമീർ പനക്കൽ, ബാബു ഏലിയാസ്, KM അബ്ദുൽ കരീം, PK മൊയ്തു, ഇബ്രാഹിം കവലയിൽ, MS എൽദോസ്, എബി എബ്രഹാം, PM സക്കറിയ, അലി പടിഞ്ഞാറേച്ചാലി, ഫരീദ് പട്ടൻമാവുടി, KM കുഞ്ഞുബാവ, KM ആസാദ്, ജോമി തെക്കേക്കര, CK സത്യൻ, M അബ്ദുൽ കരീം, MA കരീം, മാത്യു ജോസഫ്, ആന്റണി പാലക്കുഴി, വിനോദ് K മേനോൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ നൂറുകണക്കിന് UDF പ്രവർത്തകരും പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. Nakshatra Gold and Diamonds. Online delivery available all across India.